എടുക്കത്തില്ല. ഇതിന് വിളിക്കുന്നില്ലേ? എടുക്കുന്നില്ലേ? അല്പസമയം കഴിഞ്ഞെടുക്കാൻ. ഇത് ഞാൻ അവൻ്റെ കൂടെ അതൊക്കെ വരുത്തി തീർക്കാൻ ഏതാണ്ട് ഇവൻ്റെ പണിയാ. അവന്മാരുടെ എല്ലാം പണിയാ എന്തൊക്കെ. എന്നിട്ട് എന്നെ അത് കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങ് അടിച്ച് വീർപ്പിക്കുന്നു ഇവൻ. പാർവതിയുടെ ആങ്ങളയുടെ കൂടൊന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്, മുകേഷ് കുമാർ, രാജസ്ഥാനി. അല്ലാതെ ഇവൻ്റെ ഒന്നും കൂടെ പോകാൻ എന്നെ പല പല രീതിയിൽ ട്രാപ്പ് ചെയ്യാനായിട്ട് നടക്കുക കുറേ അവളുമാരും അവന്മാരും. ഇവിടെ അവളെങ്ങനെ കയറിയിട്ടുണ്ടോ? ഈ പാർവതി എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ കയറ്റിയിട്ടുണ്ടോ? ആ പിന്നെ ഇവിടെ ആരാ? ഇവിടെ നമ്മളെക്കുറിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കി നടന്ന സോമരാജനുമായിട്ട് കൂടി എനിക്കറിയാം. കണ്ണും കാണിച്ച് കാലും കാണിച്ച് നടന്നത് പല രീതിയിൽ. ആ കഴിക്കലെ സോമരാജൻ എന്ന് പറയുന്നവനുമായിട്ട്. എടുക്ക് ഇങ്ങോട്ട്. അവളാ എന്താ പറയാ? പറയാമ്മ. അമ്മ ചോദിക്കും. ഹലോ ഹലോ, ആ ഞാനാ പൂച്ചയുടെ സാറാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ, ഇവിടെ നിന്ന് വിളിക്കുക. ഞാൻ ഇവിടെ നിന്ന് വിളിക്കുക, അങ്ങോട്ട് വരുമല്ല. ആ മോളെ, എൻ്റെ മോളെ എന്തോ ഒച്ചപ്പുറമുണ്ട്. ഇത് മന്ദിരത്തിൽ വന്ന അവൻ്റെ കൂടെ നിങ്ങളുടെ ആങ്ങളയുടെ കൂടെ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. പിന്നെ മൂന്ന് ആങ്ങളുടെ കൂടെ അല്ലേ മോള് വരെ സംസാരിക്കാൻ വന്നിട്ടുണ്ടോ? പിന്നെന്തോ ഇന്നെ ഇവിടെ കൊണ്ടുവരുന്നൊക്കെ പറയുന്നത്? ആരാ വെച്ചാ പറഞ്ഞത്? അതൊക്കെ ഉണ്ട്. അതുപോലെ എന്തോ മന്ദിരത്തിലെ എന്തോ പത്മജൻ എന്ന് പറയുന്നവനെ കൊണ്ട് എന്തോ പത്മജൻ എൻ്റെ വല്ലവരും ആണോ? പത്മജൻ ഇവിടെ വന്നിരുന്നു. അവള് മന്ദിരത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളോട് മിണ്ടാൻ പോയിട്ടുണ്ടോ? അവനെ ഞങ്ങളുടെ ഒരു വേലക്കാരൻ പോലും ആകാനുള്ള യോഗ്യത അവനില്ല. പത്മന് ആവശ്യമില്ലാത്ത ആര് പറഞ്ഞു? ഇവിടെ പറഞ്ഞു. നീ കൊച്ചിന്റെ മുറിക്കകത്തോ നീ പറഞ്ഞ പത്മജന്റെ മുറിയിൽ കയറി നിൽക്കുന്നെന്നാ പറഞ്ഞോണ്ട്. ആ അതെന്തിനാ പറയാൻ പോയത്? ആ ഇങ്ങനെ. ഹലോ, ആ നിങ്ങളോട് ഈ സോമരാജൻ പറഞ്ഞിട്ട് നിങ്ങൾ പലതും ഇങ്ങനെ ആക്ട് ചെയ്തില്ലയോ ഞാനായിട്ടൊക്കെ? എന്തുവാ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നെന്നും ആ ആ ഞാനും അങ്ങനെ കാര്യമായിട്ടാണ്. പക്ഷേ ഇവർ കുറേ കാര്യങ്ങൾ നടത്തി അവിടെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആ ആ ആ അവരെന്തിനാ അങ്ങനെ പിടിച്ചിടുന്നത്? ഇവന്മാരെന്തിനാ അങ്ങനെ പിടിച്ചിടുന്നത്?